ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചിലപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് www.sehion.in. അത് നമ്മുടെ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ധ്യാനം ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ബഹുമാനപ്പെട്ട സോജി വലിക്കലച്ച് നയിക്കുന്ന ധ്യാനം, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സാംസർച്ച് പിന്നെ വട്ടാഴ്ച നയിക്കുന്ന ധ്യാനം പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അങ്ങനത്തെ വട്ടാഴ്ചൻ്റെ ഉള്ള ധ്യാനമുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ധ്യാനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. ചിലർ എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് 10 മുതൽ 16 വരെ സോജി ഒലിക്കലച്ചൻ്റെ ധ്യാനമുണ്ട്. അന്തരീക്ഷമൊക്കെ നല്ല പവർഫുൾ ധ്യാനമാണ്. അപ്പോൾ അതിന് വേറെ കയറി ബുക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ പലരും ഇങ്ങനെ ചോദിക്കുന്നുള്ളത് കൊണ്ടേ അപ്പോൾ അത് നല്ലതായിരിക്കും. ഒരു ധ്യാനമൊക്കെ എപ്പോൾ ഇടയ്ക്കുന്ന കൂടണോ? ഫയർ പ്രൈസ് ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ് കേട്ടോ. ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ, കുറവലങ്ങാട് നമ്മുടെ PDF സെന്ററിൽ ശുശ്രൂഷകൾ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ വലിയ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ അഭിഷേകാന്തേഴ്സിന്റെ വാഴക്കുളത്ത് ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. എല്ലാം ഒരു കൂട്ടായ്മയിൽ ദൈവത്തിന്റെ കരുണയിൽ പോകുന്ന ശുശ്രൂഷകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളിങ്ങനെ ഏകോപിച്ച് കാണണം. പ്രൈസല്ലോ. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞു ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻചി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടെന്ന് പറയുന്നത് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇതാണ് എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തെ 5-ാമത്തെ തിരുവചനമാണ്. അതിന് നിങ്ങൾക്ക് അറിയാവുന്ന കേൾക്കുന്ന എനിക്ക് അറിയാവുന്ന ഒരു വചനമാണ്. ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റാണ് യൂദാസിന്റെ, അല്ലേ? നമുക്കറിയാം. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര നന്മയായിട്ട് തോന്നും. പക്ഷെ അതിന് പറയും ഇൻറ്റൻഷനുണ്ട്, അതേപോലെ ഒരു ഉദ്ദേശമുണ്ട്. വാസ്തവത്തിൽ എൻ്റെ താഴത്തെ സന്ദേശം പറഞ്ഞിരിക്കുക, അവരുടെ കള്ളനായിരുന്നതുകൊണ്ട്, പണസഞ്ചി അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട്, അവനന്ന് എടുത്തിരുന്നത് കൊണ്ട്, ഈയൊക്കെയുള്ള പല സംഗതി അടിയിൽ കിടക്കുന്നത്. പക്ഷെ പുറമേ നിന്ന് വരുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില സെന്റൻസുകളാണ് ഈ പറയുന്നതെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ഈ ന്യായവിധിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഒരു ആക്ട് മാത്രമല്ല, അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം വിചാരണ ചെയ്യും. സമയം കിട്ടുമ്പോൾ ജ്ഞാനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ. ഇന്ന് രാത്രിത്തെ ഉറക്കം കേട്ടോ. കാരണം ഉദ്ദേശശുദ്ധി വിചാരണ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ പറയുന്ന ഒരു സന്നദ്ധമായിരിക്കും, പുറകെ വേറെ ഉദ്ദേശം കിടക്കുന്നുണ്ടാവും. കേട്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല. ശരിയല്ലേ? എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഗതിയുണ്ട് ഈ വിചാരണയിൽ. അതുകൊണ്ടാണ് വിചാരണകൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സ്വർഗത്തിൽ കയറുകയും പ്രതീക്ഷിക്കുന്ന പലരും പുറത്തു പോവുകയും ചെയ്യും. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയുന്നത് നിന്റെ വാക്ക് അതെ അതെ അല്ല അല്ല, ചുമ്മാ ഇങ്ങനെ കൂലങ്കർഷമായിട്ട് കുരുട്ട് ബുദ്ധിയോടുകൂടി ഒന്നുമല്ല, നേരെവാ നേരെ, അല്ലേ? അതൊക്കെ എടുത്താൽ വലിയൊരു കൃപയാണ് കേട്ടോ. കൃതാവൃത്തി അനുഗ്രഹിക്കണം കൂടെയുണ്ട് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, എല്ലാ പൈശാചത്തിന്റെ ഉപദ്രവങ്ങളും, എല്ലാ അന്ധകാരത്തിന്റെ രൂപങ്ങളും, എല്ലാ തടസ്സങ്ങളും, ബന്ധനങ്ങളും, ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായി ദൈവത്തിന്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. കർത്താവായ ദൈവം പ്രത്യേകിച്ച് ഇവരെല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഓ കർത്താവായ ദൈവമേ, ഇവരെല്ലാ പ്രാർത്ഥനാ ദൈവങ്ങളും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. എല്ലാ പൈശാചിക ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ തടസ്സങ്ങളും വിട്ടുമാറും. ദൈവത്തിന്റെ കൃപ വളരെ ശക്തമായി വ്യാപരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.